ഒരു ചൂടിപ്പെടുത്തുള്ളൂ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിനീസ് ടെയിൽസ്. അപ്പോൾ ഞാനിന്നതേ പർദ്ദാക്കാരികളുടെ കൂടെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അബായ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അബായ പോലത്തെ ഒരു ചുരിദാറാണ് ഗൈസ് ഇട്ടിട്ടുള്ളത്. ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഇഷ്ടം തോന്നിയിട്ടിട്ടതാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് 3 റിയാൽ ഷോപ്പിലോട്ടാണ് കേട്ടോ. ആക്ച്വലി ഞങ്ങൾ 5 റിയാൽ ഷോപ്പിലാണ് പോകുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിക്കൊരു 3 റിയാൽ ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ 3 റിയാൽ ഷോപ്പിലാണ് കേട്ടോ ഇപ്പോൾ എത്തിയത്. ആക്ച്വലി ഒരു ഷോപ്പിൽ കയറി എന്തൊക്കെയാണ് വാങ്ങിച്ചു കൂട്ടുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് കോമൺ തിങ്സ് വാങ്ങിക്കാനാണ് കേട്ടോ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് കിച്ചണിലോട്ട് ആവശ്യമായിട്ടുള്ള കുറച്ച് ടവൽസ്, പിന്നെ നമ്മുടെ മാറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം ലുലുവിൽ പോയപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയില്ലായിരുന്നല്ലോ. അപ്പോൾ കുറച്ച് മാറ്റ് അങ്ങനെയൊക്കെ നോക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് 3 റിയാൽ ഷോപ്പിൽ വന്നത്. പിന്നെ അതേ ഈ ഒരു മാറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, കാരണം ഈ നനഞ്ഞ സ്ഥലത്തൊക്കെ ഇങ്ങനെ തുണിയുടെ മാറ്റ് ആകുമ്പോഴത്തേക്കും ആ വെള്ളമൊക്കെ ഒന്ന് പിടിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു മാറ്റ് എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അതേ കുറച്ച് ബെഡ്ഷീറ്റൊക്കെ നോക്കാമെന്ന് ഓർത്തു. ആക്ച്വലി എനിക്ക് പില്ലോ കവർ ആയിരുന്നു വേണ്ടത്, പക്ഷേ പില്ലോ കവർ ഇല്ലായിരുന്നു. പില്ലോ കവർ അങ്ങനെ സെപ്പറേറ്റ് ഇല്ല, നമ്മൾ ബെഡ്ഷീറ്റ് വാങ്ങിച്ചതിൻ്റെ കൂടെ കിട്ടത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ ആ ഒരു ടൈമിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇനി പോകുമ്പോൾ എന്താണെങ്കിലും ഒരു ബെഡ്ഷീറ്റ് വാങ്ങിക്കണം, കാരണം ബെഡൊക്കെ നല്ല സുന്ദരിയായിട്ട് വെക്കുന്ന കാണുമ്പോഴത്തേക്കും ആ ഒരു ക്ലീനിങ്ങിൻ്റെ ടൈമിൽ നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് കിച്ചൺ ആക്സസറീസ് കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ കൂടുതലും സ്പൂൺ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ നോട്ട് പാഡുകളും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ഡയറി വേണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഡേറ്റുള്ള ഡയറി ആയിട്ട് അവിടെ ഞാൻ കണ്ടില്ല. പിന്നെ വേറെ ഏതെങ്കിലും ഷോപ്പിൽ പോകുമ്പോൾ അത് വാങ്ങിക്കണം. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്ന് വിചാരിച്ച് ഞാൻ ബക്കറ്റ് ലിസ്റ്റിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, ഒരു 2-3 സാധനങ്ങൾ. അതൊക്കെല്ലാം വാങ്ങിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഒരു സ്ലിംഗ് ബാഗ് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അവസാനം ഞാനതും വാങ്ങിച്ചില്ല കേട്ടോ. എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അതേ ഞങ്ങൾ എല്ലാം വാങ്ങിച്ചു, സാധനങ്ങളൊക്കെ അത്യാവശ്യം വാങ്ങിച്ചിട്ട് ലാസ്റ്റത്തെ ബില്ലൊക്കെ അടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ അതേ ഈ ഒരു സംഭവം കാണാൻ നല്ല രസമില്ല, ഇത് എന്താണെന്ന് എനിക്കറിയില്ല. അറബിയിൽ എഴുതിയിരിക്കുന്ന ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനത്തെ കൈ നിറയെ സാധനങ്ങളുമായിട്ട് അടുത്ത ഞങ്ങൾ പോകുന്നത് ഒരു പെർഫ്യൂം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി ഈ ടൈമിൽ ഞങ്ങൾ വിശന്ന് പൊരിഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. പെർഫ്യൂമും കൂടി വാങ്ങിച്ചിട്ട് എങ്ങനെയെങ്കിലും ഫുഡ് കഴിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് കേട്ടോ. അവിടെ ചത്ത് കുത്തിയാണ് കേട്ടോ ഞങ്ങൾ 2 പേരും ഇരിക്കുന്നത്. മേരിക്ക് മാത്രം ഇച്ചിരി ഒരു സ്ട്രെങ്ത് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതേ മേരി കുറേ പെർഫ്യൂംസ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ഓരോന്ന് സ്മെല്ല് ചെയ്ത് നോക്കും, എനിക്കാണെങ്കിൽ സ്മെല്ലൊന്നും കിട്ടുന്നില്ല. എന്താണെന്നറിയത്തില്ല, ഇവിടെ വന്നപ്പോൾ തൊട്ട് എനിക്ക് തുടങ്ങിയ മൂക്കടപ്പാണ് കേട്ടോ. അത് ഇതുവരെയായിട്ട് മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ചില സ്മെല്ലുകളൊന്നും കിട്ടുന്നില്ല. ആ ഒരു ടൈമിൽ എനിക്കിനി എങ്ങാനും വല്ല കോവിഡ് ആണോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി കേട്ടോ. ഘ്രാണശക്തിയൊക്കെ പോയിന്ന് തോന്നുന്നു ഗൈസ്. അവസാനം മേരിയുടെ കൈ വരെ ഞാൻ മണത്തു നോക്കി, എന്നിട്ടും എനിക്കൊരു മണം പോലും കിട്ടുന്നില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ അവസാനം മണത്ത് ഞങ്ങൾ ഹോട്ടലിൽ എത്തി കേട്ടോ. അപ്പോഴേ മെനു ഒക്കെ ഞങ്ങളെ നോക്കി ഇങ്ങനെ പുഞ്ചിരിച്ചിരിക്കുവായിരുന്നു കേട്ടോ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് പൊട്ട് തൊട്ട് അപായക്കാരികളെയാണ് ഗൈസ്. പിന്നെ നട്ടപ്പാതിരൊക്കെ കയറി വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല പോസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. കാരണം ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് അവരുടെ ഫുഡും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ അത്യാവശ്യം ആ സാലഡും ചായയൊക്കെ കുടിച്ച് അവിടെ അങ്ങനെ റെസ്റ്റ് ചെയ്ത് കേട്ടോ. പിന്നെ അതേ ഞങ്ങൾക്ക് അവർ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് ഓർത്ത് 2 പത്തിരിയൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം എത്തി ഗൈസ്. പാൽ പൊറോട്ടയാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ പാൽ പൊറോട്ട കഴിക്കുന്നത്. ഇതാണെങ്കിൽ നല്ല ചൂടായിട്ട് നല്ലതേ ഇങ്ങനെ തിളയൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടായതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഞങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. ആ ഒരു ഗ്യാപ്പിൽ ഇതേ നമ്മുടെ അൽഫാമും ഫ്രഞ്ച് ഫ്രൈസും വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ കൂടെ കുറച്ച് ചപ്പാത്തിയും ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വിശപ്പുണ്ടെങ്കിൽ ഇതൊന്നും ഫുള്ളങ്ങ് കഴിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ, കാരണം വയറ് ഫുള്ള് ലോഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതേ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതേ ഞങ്ങളുടെ സൗദിയിലെ ഇടവഴികളിലൂടെ നടന്നു പോവുകയാണ് ഗൈസ്. പിന്നെ അതേ ഞങ്ങൾ ലാസ്റ്റായിട്ട് ഒരു ഷോപ്പിൽ കയറിയിട്ട് ഇതേ പാൽ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനും ജോബിയും പാലിന് പകരം തൈരായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അപ്പം തന്നെ കടക്കാർക്ക് ബോധമുള്ളതുകൊണ്ട് അതങ്ങനെ ആ സമയത്ത് തന്നെ മാറ്റിയെടുത്തു. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ബാണ്ടക്കെട്ടുകളുമായിട്ട് ഞങ്ങളിതേ റൂമിലോട്ട് തന്നെ തിരിച്ചു പോയി ഗൈസ്. അപ്പോൾ അതേ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതേ നമ്മുടെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരേക്കും വണക്കം.